നമസ്കാരം. വിവാദ വ്യവസായി കൂടിയായ ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടി ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കൂടി രംഗത്ത് വരികയാണ്. എല്ലാം പണം കൊണ്ട് സാധിക്കുമെന്ന ബോബി ചെമ്മണ്ണൂരിന്റെ അഹങ്കാരം ഒറ്റയടിക്ക് താഴെ വീഴുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇഡിക്ക് പിന്നാലെ ഇപ്പോഴത്തെ അഴിമതി കേസിൽ രഹസ്യാന്വേഷണ വിഭാഗം ബോബി ചെമ്മണ്ണൂരിനെ കുരുക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് സംബന്ധമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. നിക്ഷേപം വകമാറ്റി ഉപയോഗിച്ചു എന്നതിന് പുറമെ ബോബിക്കെതിരായി ഉയർന്നു വന്ന മറ്റു ചില കാര്യങ്ങളിലും കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിനെതിരായ പോലീസ് കേസും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഈ പരാതിയിൽ കൂടിയാണ് ഇ ഡി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്. ഈ കേസ് നിലവിലുള്ളതിനാൽ ഇ ഡിക്ക് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാനും എളുപ്പമാണ്. സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് അനിവാര്യമായിരിക്കണം. ഈ കടമ്പ വയനാട് മേപ്പാടി പോലീസ് നിർവഹിച്ചതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ എളുപ്പമാക്കിയിരിക്കുന്നു. ബോച്ചയ്ക്ക് ഇത് വലിയ പ്രതിസന്ധിയാകും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വഴിവെക്കും. ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രൊമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുവെന്ന വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് ബോച്ചയ്ക്കെതിരെ കേസെടുത്തത്. നിക്ഷേപമായി നിരവധി ജനങ്ങളിൽ നിന്ന് ഇയാൾ പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമായ പരാതിയെ ഗൗരവമായാണ് കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ പരിശോധിക്കുന്നതും ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടുന്നതും. നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റു ബിസിനസ്സുകളിലേക്ക് മറ്റു ബിസിനസ് കേസുകളിലേക്ക് വകമാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുകൾ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നുണ്ടോ എന്നാണ് പ്രധാനമായും ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത്. നിലവിൽ കേസ് എടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെയാണ് സൂചന. കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും യാഥാർത്ഥ്യമാകും. ഇതിനായി ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കൂടി ബോബി ചെമ്മണ്ണൂരിന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. ഈ വിവരവും പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നതാണ് ഇ ഡി പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. സമാലംഘനം ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഇ ഡി അന്വേഷണത്തോട് പ്രതികരിച്ച ബോബി ചെമ്മണ്ണൂരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കണക്കുകൾ ഹാജരാക്കാൻ 1.5 മാസം മുൻപ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നെന്നും എല്ലാ കണക്കുകളും താൻ ഹാജരാക്കിയിട്ടുണ്ടെന്നതുമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം തന്നെ ഫയൽ ക്ലോസ് ചെയ്യുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നും ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല.